ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോൾ എന്ന് പറഞ്ഞാല് അത് വെറും കളിയല്ല, ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. ഫുട്ബോളിന്റെ ഈറ്റില്യം എന്ന് നമ്മൾ പറയുന്ന ബ്രസീലിലെ കാര്യവും വ്യത്യസ്തമല്ല. ബ്രസീലുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഫുട്ബോൾ എന്ന് ഫുട്ബോളിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇന്ന് ബ്രസീലിൽ നിന്നും കേൾക്കുന്ന വാർത്ത ഒരു നാണക്കേടിൻ്റെതാണ്. ഒരു മത്സരത്തിൽ 23 റെഡ് കാർഡുകൾ കണ്ട ഒരു കളിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മത്സരത്തിൽ റഫറി പുറത്തെടുത്തത് 23 റെഡ് കാർഡുകൾ. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും, എന്ന സംഭവം സത്യമാണ്. ബ്രസീലിലെ കാമ്പിയാനോട്ടോ മെനീറോ ഫൈനലാണ് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത അവിശ്വസനീയമായ ഈ സംഭവം അരങ്ങേറിയത്. ഫുട്ബോളിന്റെ ഈറ്റില്യം എന്ന് പറയുന്ന ബ്രസീലിൽ നിന്നാണ് നാണക്കേടിന്റെ ഈ വാർത്ത വരുന്നത്. ബ്രസീലിലെ ചിരവൈരികളായ രണ്ട് ടീമുകൾ, ക്രൂസീറോയും അത്ലറ്റിക്കോ മിനീറോയും. ഫൈനൽ മത്സരത്തിന്റെ അവസാന നിമിഷം ക്രൂസീറോ എതിരില്ലാത്ത ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. കളി തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അത്ലറ്റിക്കോ ഗോൾ കീപ്പർ എവേഴ്സന്റെ കയ്യിൽ നിന്നും പന്ത് തട്ടിയെടുക്കാൻ ക്രൂസീറോ താരം ക്രിസ്ത്യൻ നടത്തിയ ഒരു ശ്രമത്തിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ക്രിസ്ത്യനെ ബോഡി ടാക്കിൾ ചെയ്ത് നിലത്തിട്ട എവേഴ്സൺ അദ്ദേഹത്തിന്റെ പുറത്ത് അമർത്തിപ്പിടിച്ച് ആക്രോശിച്ചു. തികച്ചും സ്വാഭാവികമായി ഫുട്ബോൾ മൈതാനത്തുണ്ടാകുന്ന ചെറിയൊരു സംഭവത്തിൽ നിന്നാണ് വലിയ പ്രശ്നങ്ങളുടെ തുടക്കം വരുന്നത്. ഈ സംഭവം കണ്ടുകൊണ്ടിരുന്ന ക്രൂസീറോ കളിക്കാർക്ക് സഹിച്ചില്ല. അവർ വല്ലാതെ പ്രകോപിതരായി. പിന്നെ കണ്ടത് ഗ്രൗണ്ടിൽ ഒരു കൂട്ടത്തല്ലാണ്. ക്രൂസീറോ കളിക്കാർ ഗോൾ കീപ്പറെ വലക്കുള്ളിലേക്ക് തള്ളിയിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ രണ്ട് ടീമിലെയും എല്ലാ കളിക്കാരും അവിടെ കൂടിയെത്തി. സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സും സപ്പോർട്ടിംഗ് സ്റ്റാഫും മറ്റുള്ള എല്ലാ സ്റ്റാഫുകളും എല്ലാവരും കളിക്കളത്തിലേക്ക് ഇറങ്ങി. പകരക്കാരെ കളിക്കാരും കോച്ചിങ് സ്റ്റാഫും വരെ മൈതാനത്തേക്ക് ഇരച്ചു കയറി. പരസ്പരം അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്ന കളിക്കാരെ മാറ്റാൻ സെക്യൂരിറ്റി ജീവനക്കാർ ഏറെ കഷ്ടപ്പെട്ടു. 1 മിനിറ്റിലധികം ഈ സംഘർഷം നീണ്ടുനിന്നു. മൈതാനത്തിന്റെ ഒരു വശത്ത് തുടങ്ങിയ അടി ഗ്രൗണ്ടിന്റെ നടുഭാഗം വരെ നീണ്ടുപോയി. അടിയോടടിയാണ്. സെക്യൂരിറ്റി സ്റ്റാഫ് കുറച്ചു പേരെ മാറ്റി നിർത്തുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ വന്നിട്ട് വീണ്ടും അടി. ഒരു ഫുട്ബോൾ മൈതാനം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറി. നമ്മുടെ നാട്ടിൽ ഓണത്തല്ല് എന്നൊക്കെ പറയുന്ന പോലെ വാരിയിട്ട് അടിക്കാണ്. ഉത്സവത്തിനും പള്ളി പെരുന്നാളിനൊക്കെ ഉണ്ടാകുന്ന തല്ല് പോലെ അടിയോടടിയാണ്. കൗതുകരമായ കാര്യം എന്തെന്നാൽ ആ സമയത്ത് റഫറി ആരെയും പുറത്താക്കാതെ റഫറി കളി പൂർത്തിയാക്കി എന്നതാണ്. ആ സമയത്തൊന്നും റഫറി റെഡ് കാർഡ് പുറത്തെടുത്തിട്ടില്ല. റഫറി കളി പൂർത്തിയാക്കി. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. റഫറി കളി പൂർത്തിയാക്കി. എന്നിട്ട് കളിക്ക് ശേഷം വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് റഫറി ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെടുത്തു. ആകെ 23 പേർക്കാണ് റഫറി റെഡ് കാർഡ് നൽകിയത്. ക്രൂസീറോയിലെ 12 പേർക്കും അത്ലറ്റിക്കോ മിനീറോയിലെ 11 പേർക്കും. ഇതിൽ കളിക്കാരുണ്ട്, ബെഞ്ച് പ്ലേയേഴ്സ് ഉണ്ട്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട്. എല്ലാവർക്കും കൂടെ 23 റെഡ് കാർഡുകൾ. ബ്രസീൽ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് വാങ്ങി എന്നുള്ള റെക്കോർഡും ഈ മത്സരത്തിനാണ്. എന്നാൽ ലോക ഫുട്ബോളിൽ അങ്ങനെയുള്ള റെക്കോർഡ് ഉള്ളത് ബ്രസീലുകാർക്കല്ല, അത് അർജന്റീനൻ ടീമിലാണ്. അർജന്റീനയിൽ നടന്നൊരു പ്രാദേശിക മത്സരത്തിൽ 26 റെഡ് കാർഡുകൾ ഒരു കളിയിൽ കണ്ടതാണ് ലോക ഫുട്ബോളിൽ ഏറ്റവും നാണക്കേടിന്റെ റെഡ് കാർഡുകളുടെ റെക്കോർഡുള്ളത്. ഈ സംഭവം അറിഞ്ഞ മുൻ ബ്രസീൽ താരങ്ങളൊക്കെ ഈ സംഗതിയെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. ബ്രസീലിന്റെ മുൻ താരം ഹൾക്ക് പറഞ്ഞത് ഇത് ബ്രസീൽ ഫുട്ബോളിന് തന്നെ ഒരു നാണക്കേടാണ്. ഫുട്ബോളിന്റെ ഈറ്റിൽ എന്ന് പറയുന്ന ബ്രസീലിലും നിരവധി പ്രതിഭകളെ ലോക ഫുട്ബോളിന് സമ്മാനമായി കൊടുത്ത, ലോക ഫുട്ബോളിന് സമ്മാനിച്ച നിരവധി പ്രതിഭകളെ ലോക ഫുട്ബോളിന് സമ്മാനിച്ച ബ്രസീലിൽ നിന്നും ഇത്തരം വാർത്തകൾ വരുന്നത് ലോക ഫുട്ബോളിനും ബ്രസീൽ ഫുട്ബോളിനും തന്നെ നാണക്കേടാണ് എന്നാണ് ഹൾക്ക്. അതുപോലെ പല ബ്രസീലിന്റെ മുൻ താരങ്ങളും പല താരങ്ങളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.